ഹലോ മച്ചാമാരെ, എല്ലാവർക്കും ബ്ലോഗ് ഫൈവിൻ്റെ പുതിയൊരു വീഡിയോ ലഭിച്ചതാണ്. ഞാനിപ്പോൾ ഉള്ളത് പാർട്ടിലാണ് പ്രദേശത്ത് അലോവിയ ക്ലിനിക്കിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഡിയർ ഷമ്മിയാണ് എൻ്റെ ഡോക്ടർ. അലോവിയ ഹെയർ വെൽനസ് ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് സ്ത്രീകൾക്ക് മാത്രമായി റീസ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിനായി ബ്യൂട്ടി പാർലർ, യോഗ, സൂംബ ഡാൻസ് എന്നിവ പുതുതായി ആരംഭിക്കുന്നു. ഇതിനോടകം തന്നെ ഇവിടെ സ്ത്രീകൾക്ക് മാത്രമായി റിലാക്സേഷൻ ട്രീറ്റ്മെൻറ്റുകളും, അതായത് ബോഡി മസാജ്, പെഡിക്യൂർ, മാനിക്യൂർ തുടങ്ങിയവയും, ആയുർവേദത്തിലെ ട്രീറ്റ്മെൻറ്റുകളായ ഒഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, സ്റ്റീം ബാത്ത് തുടങ്ങിയവയും ഉണ്ട്. ഇവിടെ ഇതിനോടകം തന്നെ ഹെയറിൻ്റെ ട്രീറ്റ്മെൻറ്റുകളും സ്കിന്നിൻ്റെ ട്രീറ്റ്മെൻറ്റുകളും ഉണ്ട്. അതിൽ മുഖക്കുരു, താരൻ, മുടി കൊഴിച്ചിൽ, പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയവ ഉൾപ്പെടുന്നു. പിന്നെ സ്ത്രീകൾക്ക് മാത്രമായി സ്ത്രീകളിലെ ആർത്തവ പ്രശ്നങ്ങൾ, PCOD, അമിതവണ്ണം, പിന്നെ അങ്ങനെയുള്ള ഹോർമോൺ വ്യതിയാനങ്ങൾ ഒക്കെ അതിനൊക്കെയുള്ള ട്രീറ്റ്മെൻറ്റുകളും ഇവിടെ ലഭ്യമാണ്. അപ്പോൾ ഡോക്ടറെ ഈ ഒരു സംഭവം എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇത് കപ്പിങ്ങിന് ഉപയോഗിക്കുന്ന കപ്പുകളാണ്. ഹിജാമ എന്ന് പറയും. ഇത് വെരിക്കോസ് വെയിനിനും പിന്നെ നമ്മുടെ വേദനകൾക്കൊക്കെ യൂസ് ചെയ്യും. അപ്പോൾ മറ്റേ ഈ ഒരു സംഭവം ലൈറ്റിന്റെ ഇൻഫ്രാറെഡ് ലൈറ്റ്, IR ലൈറ്റ് എന്ന് പറയും. ഇത് പെട്ടെന്നുള്ള ഒരു വേദനക്കും എല്ലാത്തിനും നല്ല മാറ്റം ഉണ്ടാവും. അപ്പോൾ ഇതാണ് തെർമൽ കോട്ടറി എന്ന് പറയും. ഇത് നമുക്കുണ്ടാകുന്ന അരിമ്പാറ, പിന്നെ മുഖത്തും കഴുത്തിനൊക്കെ ഉണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ ഇല്ലേ, അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്.
ഓ ഇതെന്തായിരുന്നു സംഭവം? ഇതാണ് ഹൈ ഫ്രീക്വൻസി മെഷീൻ എന്ന് പറയും. ഇത് നമ്മൾ താരനും മുഖക്കുരുവിനും ഒക്കെ യൂസ് ചെയ്യുന്നതാണ്. അതെ. ഇതാണ് സ്കിൻ ബാത്ത് ചേമ്പർ. നമ്മുടെ കൊളസ്ട്രോളിനും പിന്നെ അമിതവണ്ണത്തിനും വേദനകൾക്കും ഒക്കെ നല്ലതാണ്, നീരിനൊക്കെ നല്ലതാണ്. ഇതിൻ്റെ ഉള്ളിൽ പേഷ്യൻസ് കയറിയിരിക്കും. പിന്നെ തല ഇതിന് മൊത്തത്തിൽ ആവി കയറ്റിയിട്ട് ആവിക്കുളി എന്ന് പറയുന്ന കാര്യത്തിൽ ഇതാണ് നമ്മുടെ പാർട്ടി എന്ന് പറയുന്നത്. ഇത് ഉച്ചലും ബീച്ചിലും എല്ലാം ചെയ്യുന്നതാണ്. അത് ശിരോധാരയ്ക്ക് ഉപയോഗിക്കുന്ന ധാരച്ചട്ടിയാണ്. അപ്പൊ റിലാക്സേഷന് വേണ്ടിയിട്ടും പിന്നെ പല അസുഖങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മൾ യൂസ് ചെയ്യും. ധാരയിട്ട് ഉപയോഗിക്കും.